ഇനി ആശാ വർക്കർമാരുടെ സമരം അത് സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നടക്കുന്നുണ്ട്. ഇന്ന് 40-ാം ദിവസമാണ് ആശാ വർക്കർമാരുടെ സമരം. ഒപ്പം നിരാഹാര സമരം അത് 2-ാം ദിവസത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഇന്നലെ നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നമ്മുടെ സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ എത്തിയിരുന്നു. ഇന്നലെ പ്രതിപക്ഷ MLA-മാർ അവരൊരു ജാഥ കണക്കെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥ കണക്കെ സമരപ്പന്തലിലേക്ക് എത്തി ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചതാണ്. VD സതീശൻ ഒപ്പമുണ്ടാകും എന്ന പ്രഖ്യാപനം നടത്തി ആശാ വർക്കർമാരുടെ മുന്നിൽ. അപ്പോൾ ഇന്ന് നിരാഹാര സമരം പറഞ്ഞതുപോലെ 2-ാം ദിവസത്തിലാണ്. ഈ സമരം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് CPI ഉൾപ്പെടെയുള്ള CPIയും RJDയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായി ഡൽഹിയിലേക്ക് പോയത് പ്രഹസനമാണെന്ന വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി വീണ ജോർജും രംഗത്ത് വന്നു. ആശാ വർക്കർമാരുടെ വിഷയം ഉന്നയിച്ച് ആദ്യമായല്ല കേന്ദ്രമന്ത്രിയെ കാണുന്നത്. ഡൽഹി യാത്രയ്ക്ക് മറ്റ് ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി പറയുകയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് നമുക്കിപ്പം ചേർന്നത്. ഹാൻസ്, നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് എത്തുന്നു. ആശമാരുടെ സമരം ഇന്ന് 40-ാം ദിവസമാണ്. സമരപ്പന്തലിലേക്ക് കൂടുതൽ പേർ എത്തുന്നു. ആരോഗ്യമന്ത്രിയുടെ ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ പോകുന്നതും പിന്നീട് കാണാൻ പറ്റാത്തതും നിവേദനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നു. ഒപ്പം LDF യോഗം, RJD അതുപോലെ CPI എന്നിവർ ഈ സമരം ചർച്ചയിലൂടെ എത്രയും വേഗം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം വിഹിതം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും അത് ചെയ്യാമെന്ന നിലപാടിലാണ് ഇപ്പോഴും ഇടതുപക്ഷം. ഇന്ന് നിരാഹാര സമരം 2-ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആശാ വർക്കർമാരുടെ സമരം അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഒരു സമവായത്തിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ് ഹാൻസ്? ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം സേതു പറഞ്ഞതുപോലെ തന്നെ 40-ാം ദിവസത്തിലേക്ക് കടക്കുകയും അതിനോടൊപ്പം തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ഇന്നലെയാണ് ഇവർ നിരാഹാര സമരം ആരംഭിച്ചത്. നമുക്കറിയാവുന്നതുപോലെ 3 പേരാണ് ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നത്. ഒന്ന് സമരസമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബിന്ദു, പിന്നെ 2 ആശാപ്രവർത്തകരായിട്ടുള്ള KP തങ്കമണിയും R ഷീജയുമാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ LDF യോഗത്തിലടക്കം വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. RJDയും CPIയും ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും മുഖ്യമന്ത്രി കേന്ദ്രം വിഹിതം നൽകുന്നതനുസരിച്ച് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാമ്പത്തിക സഹായം അനുസരിച്ച് സംസ്ഥാന സർക്കാരും വേണ്ട വിധത്തിലുള്ള വർധനവ് നടത്താം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിലേക്കാണ് കടക്കുന്നത്. അതിനേക്കാളുപരി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം 40-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആദ്യ 2 ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും പിന്നീടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന സുപ്രധാന ആവശ്യം അംഗീകരിക്കാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി 2-ാം ഘട്ട ചർച്ച നടന്നെങ്കിലും അതിലും സമവായമുണ്ടായില്ല. പക്ഷേ ഇപ്പോഴും ഇവർ പ്രതീക്ഷ കൈവിടുന്നില്ല. ചർച്ചയ്ക്ക് എപ്പോഴും സമരസമിതി തയ്യാറാണ്. നമുക്കെന്തായാലും ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്ന MA ബിന്ദുവോട് തന്നെ സംസാരിക്കാം. ഇപ്പോഴും സമരം തുടരുകയാണ്. നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. സമവായത്തിനുള്ളൊരു പ്രതീക്ഷ കാണുന്നുണ്ടോ? പ്രതീക്ഷ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രതീക്ഷയുണ്ട്. മുഖ്യമന്ത്രി ഇടപെടണം എന്ന് തന്നെയാണ് ഇപ്പോൾ പല ഭാഗത്തുനിന്നും ഉയരുന്ന ആവശ്യം. മുഖ്യമന്ത്രി ഇടപെട്ടാണ് പരിഹരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടണം. വേറെ ആരെങ്കിലും ആണ് ഇടപെടണമെങ്കിൽ ഇടപെടണം. നമുക്ക് ഇന്നാളെന്ന് നിർബന്ധം വാശിയൊന്നുമില്ല. പരിഹാരം കാണാതെ പിന്നോട്ടില്ല. തീർച്ചയായിട്ടും പിന്നോട്ടില്ല. സേതു, അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് എന്തായാലും പിന്മാറില്ല എന്ന് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ആശാപ്രവർത്തകരിൽ നിന്നാണെങ്കിലും സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും പ്രതിപക്ഷ MLA-മാരുടെ ഭാഗത്തു നിന്നാണെന്നെങ്കിലും വലിയ ഒരു പിന്തുണ തന്നെയാണ് സമരത്തിന് ലഭിക്കുന്നത്. അത് ഇവരുടെ സമരത്തിന് ലഭിക്കുന്ന വലിയൊരു ഊർജം കൂടിയാണ്. കാരണം ഈ അനിശ്ചിതകാല നിരാഹാരമടക്കം എത്ര ദിവസത്തിലേക്ക് പോകും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു കണക്കില്ല. ഇത് എത്ര ദിവസത്തിലേക്ക് വേണമെങ്കിലും നീളാം. കാരണം സമരം 40-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. അതും മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ്. സമവായങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ശരി ഹാൻസ്.